ഇത് കേട്ടോ, അതായത് ഡെലിവറി പെയിൻ മുഴുവനും സഹിക്കുകയും ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. ഒരു വേദനയുടെ അങ്ങേയറ്റമാണ്. ഒരു മനുഷ്യ ശരീരം കീറി മുറിച്ച് വെച്ച് തയ്ച്ചു വെച്ചിട്ട് പെയിൻ കില്ലർ കൊടുക്കാതിരുന്നാലത്തെ അവസ്ഥ എന്താ? ആ വേദനയിലാണ് ഞാൻ കുറച്ച് മണിക്കൂറുകൾ ജീവിച്ചത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഡെലിവറിയുടെ സ്റ്റോറിയാണ്. ഈ ഡെലിവറിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാത്രമായിരിക്കില്ല, ഇതുപോലത്തെ അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുള്ള കുറേ പേരെങ്കിലും ഉണ്ടാവും. കുറേ പേർക്കെങ്കിലും ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ എങ്കിലും ബേബി ഉണ്ടാവണം, ഇനിയും വയറ്റിൽ കിടക്കുന്നത് സേഫ് അല്ല എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നു. അപ്പം ഞാൻ കോട്ടയത്താണ് കേട്ടോ എൻ്റെ വീട്. അപ്പം നമ്മൾ ചൂസ് ചെയ്ത ഹോസ്പിറ്റൽ കോട്ടയത്തെ തള്ള പ്രശസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. പ്രത്യേകിച്ച് മറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലും ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറുമാണ്. 2013 ആ സമയത്താണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഹോസ്പിറ്റലിലാണ് പോകുന്നത് കൊണ്ടും നമ്മളെ ഡോക്ടർ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് ഞാൻ സിസേറിയനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു സമയത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, സിസേറിയൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അത് ചെയ്ത് തരും ഒക്കെ ചെയ്യുന്ന ഒരു രീതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 കാരണങ്ങളുണ്ട് സിസേറിയനെ പറ്റിയിട്ട് ചിന്തിക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു, ബേബിയുടെ സൈസ് കൂടുതലായിരിക്കുമോ, ഡെലിവറി ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെയുള്ള അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ലേബർ റൂമിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡെലിവറി ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരം തൊട്ടേ എനിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു ഈ ലേബർ റൂമും ഗൈനക്ക് സംഭവങ്ങളൊക്കെ. ഒരുപാട് ആളുകളുടെ പെയിനൊക്കെ എനിക്കിങ്ങനെ കണ്ടു നിൽക്കാൻ അന്നേ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ എന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു, ഈ ഒരു സ്റ്റേജിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള രീതിയിൽ. അതിലപ്പുറം അന്നൊക്കെ സങ്കടം തോന്നിയിട്ടുള്ള കാര്യമാണ്, ഒന്നും അറിയത്തില്ലാതെ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അതായത് അവർ കല്യാണം കഴിക്കുന്നു, അവർ പ്രഗ്നൻ്റ് ആവുന്നു, ഹസ്ബൻഡും വീട്ടുകാരും അവരെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നു, സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷെ അവരനുഭവിക്കാൻ പോകുന്ന ഒരു പ്രസവ വേദന, അതിൻ്റെ ഒരു വ്യാപ്തിയെപ്പറ്റി അവർ ചിന്തിക്കുന്നേ ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിൽ അത് നല്ലതാണ് കേട്ടോ, ഒന്നും അറിയാതെ വന്ന് കയറുമ്പോൾ അവർ ആ സമയത്ത് പെട്ട് എന്ന് മനസ്സിലാക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ടേ അതൊരു പേടി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ സിസേറിയൻ പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഒരു ധൈര്യക്കുറവാന്ന് വെച്ചാൽ എല്ലാവരും, നമുക്ക് വീട്ടിൽ പറയാൻ പോലും പറ്റത്തില്ല നമ്മൾ സിസേറിയനെ പറ്റി ആലോചിക്കുന്നുണ്ടെന്ന്. കാരണം വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണല്ലോ. അപ്പോൾ ഇവിടെ ഭയങ്കര പ്രാർത്ഥനയും വഴിപാടും ഒക്കെയാണ്, ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവമായിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മളെങ്ങനെയാണ് പോയിട്ട് പറയുന്നത്, നമുക്ക് അതിനോട് താല്പര്യമില്ല, നമ്മൾ സിസേറിയൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. അപ്പം പിന്നെ ഇവരുടെ എല്ലാവരുടെയും പേടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പേടിയെപ്പറ്റി മറന്നു. എന്തേലും ആട്ടെ, ഞാൻ ഈ അമ്മമാരെയൊക്കെ പേടിപ്പിച്ച് അങ്ങനെ വേണ്ട, നോർമൽ ഡെലിവറി തന്നെ മതി എന്നുള്ള രീതിയിൽ അവസാനം ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചു, നമുക്ക് അതല്ലേ നേച്ചറിൻ്റെ ഒരു നിയമം, അതല്ലേ നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാം, നമ്മളായിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊന്നും വേണ്ട. അതുപോലെ നാള് കാര്യങ്ങൾ, ഇപ്പം ആ സമയത്തൊക്കെ കൊച്ചിൻ്റെ നാള് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഞങ്ങൾ വിചാരിച്ചാൽ അതൊന്നും വേണ്ട, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന പോലെ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നും പറഞ്ഞില്ല, ഡോക്ടറുടെ അടുത്തൊന്നും ചോദിച്ചില്ല, നോർമൽ ഡെലിവറി എന്നുള്ള രീതിയിൽ പോയി. ഓഗസ്റ്റ് 8 നമ്മളോട് രാവിലെ ചെല്ലാനായിട്ട് പറഞ്ഞു. ഓഗസ്റ്റ് 8 നമ്മൾ ചെന്നു. അവരൊരു മരുന്നൊക്കെ വെച്ച് പെയിൻ വരാനൊക്കെ ആയിട്ട്. അപ്പോൾ മരുന്നൊക്കെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ആ സമയത്തൊന്നും പെയിൻ വന്നില്ല. അത് കഴിഞ്ഞൊരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ പെയിൻ വരാൻ തുടങ്ങി. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പെയിൻ അറിയാൻ, കിടന്ന് കരയുന്നു, ബഹളം വയ്ക്കുന്നു, അങ്ങനെ നമ്മൾ പെയിൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പെയിൻ്റെ തുടക്കം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പീരീഡിൻ്റെ പെയിനോടാണ്. ചിലർക്കത് ബാക്ക് പെയിനോട് കൂടി അടിവയറിൽ നിന്നാണ് തുടങ്ങുന്നത്, ചില ആളുകൾക്ക്. ചിലർക്ക് ബാക്ക് പെയിൻ മാത്രമായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ടൈപ്പ് ഓഫ് പെയിൻ എന്ന് പറയുന്നത് പീരിയഡ്സിൻ്റെ ഒരു പെയിനാണ്. അത് വെരി ബിഗിനിങ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നീട് നമുക്ക് വരുന്ന പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പീരിയഡ്സിൻ്റെ പെയിൻ കൂടി വരുന്നു. അതിൻ്റെ കൂടത്തിൽ നമ്മുടെ വയറിങ്ങനെ വലിഞ്ഞ് മുറുകുകയാണ് ചെയ്യുന്നത്. നമ്മൾ വയറിങ്ങനെ ഇരിക്കുന്ന വയറ്
അടിത്തറ പോലെയാകും, അങ്ങ് ചുരുങ്ങി വരുന്ന നമ്മുടെ ഞരമ്പുകളൊക്കെ പൊട്ടിപ്പോകുന്നെന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. പിന്നീട് പെയിൻ കൂടി വരുന്നതിന് നമുക്കൊരിക്കലും നമുക്ക് ഇതിനോടൊന്നും, അതായത് പീരീഡിൻ്റെ പെയിനോടൊന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് ലോകത്തൊന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡെലിവറിയുടെ പെയിൻ അത് ഡെലിവറി പെയിനാണ്. അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് പെയിൻ, ഡിസ്ക്രൈബ് യുവർ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു പരിധി വരെ പീരീഡിൻ്റെ ഏറ്റവും കട്ടിയായിട്ടുള്ള പെയിൻ കൂടി ഇങ്ങനെ വരുന്നു. അപ്പോൾ എനിക്കതുപോലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പെയിൻ വരാൻ തുടങ്ങി. ഒരു 20 മിനിറ്റൊക്കെ ഇടവിട്ട് ചെറിയ പെയിൻ വരും, പോവും. അങ്ങനെ കണ്ടിന്യൂസ് ഒരു പെയിൻ അല്ല കേട്ടോ. ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടിന്യൂസ് പെയിൻ അല്ല. നമുക്ക് പെയിൻ വരും, തുടക്കത്തിലൊക്കെ പെയിൻ വരും, പിന്നെ 10-20 മിനിറ്റൊക്കെ ഇടവിട്ടാണ് വീണ്ടും പെയിൻ വരും, അത് പോകും. ഈ പെയിൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വയറ് മുറുകും, നമ്മുടെ വയറ് മുറുകി ഇങ്ങനെ വരുന്ന അറിയാം, പിന്നെ അങ്ങ് റിലാക്സ് ആകും. അപ്പോൾ ആ പെയിൻ അങ്ങോട്ട് പോകും. അങ്ങനെ കൺട്രാക്ഷൻ എന്നതിന് പറയും. നമ്മുടെ വയറ് മുറുകി നമ്മുടെ യൂട്രസ് ഇങ്ങനെ ഞെരുങ്ങുന്നതാണ്, കൊച്ചിനെ ഇങ്ങനെ വെളിയിലേക്ക് എക്സ്പെൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ വന്നും പോകും. പിന്നെ പോകെ ഈ പെയിനിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂടി വരും. 10 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആകും, 5 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റ് കൂടുമ്പോൾ ആകും. അതുപോലെ തന്നെ ആദ്യമൊക്കെ നമുക്ക് പെയിൻ വരുന്ന 5 സെക്കൻഡ് ആവാം, 10 സെക്കൻഡ് ആകാം. അത് കൂടി 30-40 അങ്ങനെ ആ പെയിൻ നിൽക്കുന്നതിൻ്റെ സമയവും കൂടും. പെയിനിൻ്റെ ഇൻ്റർവെൽ ഇങ്ങനെ കുറഞ്ഞ് പെട്ടെന്ന് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെയിൻ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു പെയിനൊക്കെ ആയി. എന്ന് വെച്ച് നമ്മളിങ്ങനെ ഭയങ്കര നിലവിളിക്കാൻ ഉള്ള ഇതൊന്നും ആയില്ല. പക്ഷെ നമുക്ക് ചിരിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒന്നും ഉള്ള മൂടൊന്നും ഇല്ലാണ്ട് പോയി. രാത്രി 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വീട്ടുകാരോടെല്ലാം സംസാരിക്കാനൊന്നും ഉള്ള ഒരു മൂടൊന്നും ഇല്ല. എനിക്ക് ആൾക്കാർ തമാശ പറയുന്നത് കേൾക്കാനോ ചിരിക്കാനോ അല്ല അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. അത്ര ഒരു പെയിനിലേക്കൊക്കെ ഞാനായി. അപ്പോൾ അവർ ലേബർ റൂമിൻ്റെ അകത്തോട്ട് കയറ്റി കിട്ടും എന്നെ. ലേബർ റൂമിൻ്റെ അകത്ത് കയറ്റി അകത്ത് കിടത്തിയേക്കും. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മെമ്പറൈൻ ഇങ്ങനെ റപ്ചറായിപ്പോയി. നമ്മൾ യൂട്രസിനകത്തുള്ള ഫ്ലൂയിഡ് മുഴുവനും കൂടി വെളിയിലോട്ട് പോകുന്നത്. അപ്പം അത് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്താണ്, ഉറങ്ങാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് നേരെ ഒന്നും കിടക്കാനും പറ്റത്തില്ല, അത്ര ഒരു പെയിനുണ്ട്. ആ ഒരു സമയം വരെ ഞാൻ നടക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കിടന്നു കഴിഞ്ഞ് ഈ മെംബ്രെയിൻ ഇങ്ങനെ റപ്ചറായപ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മെംബ്രെയിൻ റപ്ചറാക്കുന്നത്, അതായത് നീഡിലൊക്കെ വെച്ച് കുത്തി റപ്ചറാക്കുന്നതും കണ്ടിട്ടുണ്ട്, തന്നെ റപ്ചറാകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ മെംബ്രെയിൻ റപ്ചറായപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം ഇങ്ങനെ കിടക്കുന്നിടത്തേക്ക് ഫുള്ള് ഫ്ലൂയിഡ് ഇങ്ങനെ വന്നു. അപ്പോൾ പെട്ടെന്നൊരു ചൂട് പോലെ എനിക്ക് മനസ്സിലായത്. എൻ്റെ മുടി വരെ എല്ലായിടവും കിടന്ന ബെഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നനഞ്ഞു. കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുള്ളൊരു ബെഡിലാട്ടോ നമ്മൾ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുള്ള് നനഞ്ഞു. അപ്പം നമ്മുടെ ബോഡിയുടെ അതേ ടെമ്പറേച്ചർ ആയതുകൊണ്ടായിരിക്കും. നമ്മൾ പിള്ളേരൊക്കെ മടിയിലിരുന്നിട്ട് അവരിപ്പോൾ മൂത്രം ഒഴിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല ഇതെന്താ ഒരു ചൂടെന്ന് ഓർത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. അതുപോലെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു എന്നാ പറയുന്ന ഒരു വാട്ടറിൻ്റെ ഒരു ഇത് ഫുള്ളായിട്ട് ഞാനങ്ങ് വെറ്റായി. പിന്നെ അവർ എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ കിടന്നു. പിന്നെ എനിക്ക് പെയിൻ ഇങ്ങനെ കൂടി വന്നു കേട്ടോ. അപ്പം അതിന് ശേഷം ഞാൻ ഈ ലേബർ റൂമിലുള്ള ആളുകളോട് പറയുന്നുണ്ട്, എനിക്ക് വെളിയിൽ ആരോടെങ്കിലും സംസാരിക്കണം, അവരോട് പറഞ്ഞോ ഇതായി ഈ ഫ്ലൂയിഡെല്ലാം പോയി എന്ന് അവരോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം ഞാൻ നേഴ്സാണെന്ന് ഞാൻ ഈ ലേബർ റൂമിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് ഒരു തരത്തിൽ ഞാൻ കാണിച്ച മണ്ടത്തരമായിരുന്നു. അതായത് ഞാനും ഹസ്ബൻഡും വിചാരിച്ചു നമുക്കെല്ലാം സാധാരണ ആളുകളെ പോലെ മതി, നമ്മൾ നേഴ്സാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി അതൊരു ബുദ്ധിമുട്ടാക്കും ആവണ്ട എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഡോക്ടറിനെ ഒന്നും അറിയത്തില്ല, നമ്മൾ നേഴ്സാണെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് അവരോട് സംസാരിക്കണമെന്ന്. അപ്പോൾ അന്നേരമുള്ള നേഴ്സ് പറഞ്ഞു ഇനി അവരെ കാണാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എണീറ്റ് പോകാൻ വയ്യാത്ത അവസ്ഥയിലായി. കാരണം എനിക്ക് അതുപോലെ വേദനയൊക്കെ വരാനായിട്ട് തുടങ്ങി. പിന്നെ അങ്ങനെ മണിക്കൂറുകൾ പൊക്കോണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ വെളുപ്പിനൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കിടന്ന് കരയുന്ന അവസ്ഥയിലായി. അതുവരെയൊക്കെ ഞാൻ മാക്സിമം പിടിച്ചു വെച്ചു. നമ്മളിങ്ങനെ വായിച്ചൊക്കെ കണ്ടിട്ടുണ്ട്, മാക്സിമം ബ്രീത്തൊക്കെ അകത്തേക്ക് എടുത്ത് ശ്വാസമൊക്കെ നിയന്ത്രിച്ച് ഒത്തിരി നമ്മുടെ എനർജി കളയാതെ വെക്കണം. എന്നാലേ ഉള്ളൂ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചിനെ പുഷ് ചെയ്ത് വെളിയിലേക്ക് കളയാൻ വെളിയിലേക്ക് കളയാനല്ല കേട്ടോ, വെളിയിലേക്ക് കൊച്ചിനെ കൊണ്ടുവരാനായിട്ടുള്ള ആരോഗ്യം കിട്ടത്തുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ വേദനയൊക്കെ കടിച്ച് പിടിച്ച് ഇങ്ങനെ ബ്രീത്തൊക്കെ എടുത്ത് ഇങ്ങനെ കിടക്കുക.
അത് കഴിഞ്ഞ് രാവിലേക്ക് ആയപ്പോഴത്തേക്ക് ഇവർ വെളിയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് കഴിക്കാനായിട്ട് ചായയും പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള സാധനം കൊണ്ടുവന്നോളാനൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ഈ വെളുപ്പിനായപ്പോഴത്തേക്കും ഇവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്ക് ഈ PV ചെയ്യുന്നുണ്ട് കേട്ടോ. PV എന്ന് പറഞ്ഞാൽ പെർവജീനൽ എക്സാമിനേഷൻ. അവർ 2 ഫിംഗർ വെച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളെ ഈ സെർവിക്സ് എത്രത്തോളം വലുതാവുന്നുണ്ടെന്ന് നോക്കുന്നതാണ് കേട്ടോ. അത് എന്നാ പറയുന്നത് ഭയങ്കര ടെറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒട്ടുമിക്ക ആളുകൾക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇവർ എത്രയോ മണിക്കൂറുകൾ കൂടുമ്പോൾ നഴ്സുമാരായിട്ടും ഡോക്ടർമാരായിട്ടും ഒക്കെ വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രാവിലെ ആയപ്പോഴത്തേക്കും വെളിയിൽ അവർ ചായയൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരത് മേടിച്ചു കൊണ്ടുവരും എന്തോ ചെയ്യുന്നു തോന്നുന്നു, എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും രാവിലെ ചായയും കാപ്പിയൊന്നും കിട്ടിയില്ല. അകത്ത് ലാസ്റ്റ് വന്ന ഡോക്ടർ പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഫാസ്റ്റിങ്ങിലിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ കാര്യത്തിൽ ഇവർക്ക് സംശയമാണെന്ന്. അപ്പോൾ അത്രയും ആയപ്പം പിന്നീട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇനി ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. ഒന്നാമത് നമുക്ക് ഒരു പേടിയും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ പറയുന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഇവർക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് ഇവർ പറഞ്ഞതെന്നുള്ളത്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ഈ അന്നേരമുള്ള നഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഹസ്ബൻഡിനോട് സംസാരിക്കണം, ഹസ്ബൻഡിനെ വിളിക്കുമോ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിടുവോ അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ കൊണ്ടുത്തരുമോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഇവരിതൊന്നും കേട്ടില്ല കേട്ടോ. ഇവർ വെളിയിൽ ചെന്നിട്ട് ഈ കാര്യങ്ങൾ ഒന്നും ഹസ്ബൻഡിനോടോ എൻ്റെ വീട്ടുകാരോടോ ആരോടും ഇവർ പറഞ്ഞില്ല. അതായത് നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും, അതിനൊരു സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അവിടുന്ന് പെയിൻ കൂടി 12 മണിയായി, 1 മണിയായി ഉച്ചയ്ക്ക്. അതായത് ഞാൻ തലേ ദിവസം 1 മണി തൊട്ട് എനിക്ക് പെയിൻ തുടങ്ങിയതാണ്. ആ പെയിൻ രാത്രി 12 വരെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. 12-ന് ശേഷം ഞാൻ നല്ല പെയിനിലാണ്. പിറ്റേ ദിവസം ഉച്ച വരെ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് പെയിൻ വരാനായിട്ടുള്ള. അപ്പോൾ ആ ട്രിപ്പ് കിടക്കുന്നതിൻ്റെ വേദന അങ്ങനെ. അപ്പം മൊത്തത്തിൽ നമുക്ക് ഫുൾ കൺട്രാക്ഷൻസ്, നല്ല ലാസ്റ്റ് വരെയുള്ള ഡെലിവറി പെയിൻ ഫുള്ള് വന്നിട്ടുണ്ട്. അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ഇനി ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലായി. കരഞ്ഞ് എനർജി ഇല്ലാണ്ടായിപ്പോൾ, എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞു പോയി. പിന്നെ എനിക്ക് ഈ വേദന വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു ബോധം വരുന്നുള്ളൂ. എനിക്ക് ഉള്ളിൽ വേദന അറിയാം, പക്ഷേ എനിക്ക് പുറത്തേക്ക് കരയാൻ പോലും പറ്റുന്നില്ല. അതുപോലത്തെ അവസ്ഥയിൽ ഞാനിങ്ങനെ തളർന്നു ഒരു എനർജിയും ഇല്ലാത്ത രീതിയിൽ ഇവരെന്നെ കൊട്ടി വിളിക്കുമ്പം ഞാൻ കണ്ണു തുറക്കും, അങ്ങനത്തെ അവസ്ഥയിലായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഏറ്റവും അത്ഭുതം എന്ന് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പ്രശസ്തനായ ഒരു ഡോക്ടറെ കരുതിയിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ തലേ ദിവസം അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം ഈ ഉച്ചയ്ക്ക് 2 മണി ഇത്ര സമയമൊക്കെ ആയപ്പോൾ പോലും ഈ പറയുന്ന ഡോക്ടറെ ഞാൻ ആ ലേബർ റൂമിൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. അപ്പം അത് എല്ലാവരും നമ്മളൊരു ഡോക്ടറെ കരുതിയിട്ട് പോകുമ്പം നിങ്ങൾ വലിയ ഹോസ്പിറ്റലുകളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് മേക്ക് ഷുവർ ചെയ്യണം ഈ ഡോക്ടർ തന്നെ നമ്മളെ വന്ന് കാണും എന്നുള്ളത്. എൻ്റെ അടുത്ത് വന്നതും കാര്യങ്ങൾ ചെയ്തതും എല്ലാം ജൂനിയർ ഡോക്ടേഴ്സ് ആയിരുന്നു. ഈ പറയുന്ന ഡോക്ടറിനെ ഞാൻ വഴിക്ക് കണ്ടിട്ടില്ല. അവസാനം എനിക്ക് ഭയങ്കരമായിട്ട് പനി തുടങ്ങി. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൈ ടെമ്പറേച്ചറായി. ഇവർ നോക്കിയപ്പോൾ ഭയങ്കര പനിയാണ്. അപ്പോൾ ഇവർ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ വിടണം എന്നും പറഞ്ഞുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ബാക്കി ഏതാണ്ടൊക്കെ ചെയ്യണം, ഇൻഫെക്ഷൻ ആയിരിക്കും എന്തൊക്കെയോ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് പകുതി ബോധത്തില്ല ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇവർ വെളിയിൽ ചെന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ബ്ലഡ് ടെസ്റ്റ് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോഴും എനിക്ക് പനിയായി, എനിക്ക് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ള കാര്യം ഇവർ പറയുന്നില്ല. ഇവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു ഇപ്പോൾ എന്ത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ബ്ലഡ് കൾച്ചർ ചെയ്യണം, പിന്നെ വേറെ എന്തോ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ കൾച്ചർ ചെയ്യുന്നത്, നോർമൽ ഡെലിവറി ഇവർ വെളിയിൽ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ അല്ല 2 മണിക്കൂറിനുള്ളിൽ ആവും, ലാസ്റ്റ് സ്റ്റേജിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അകത്ത് ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണിത്. നടക്കുന്ന കേസാണെന്ന് തോന്നുന്നില്ല. ഫാസ്റ്റിങ്ങിൽ ഇട്ടേക്ക്, സിസേറിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് അകത്തിട്ടേക്കുന്നു ഇവർ വെളിയിൽ പറയുന്ന വേറൊരു കാര്യം. അപ്പോൾ എനിക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ റീസൺ എന്നാണ്. പിന്നെ ഞാൻ കേട്ട ഒരു കാര്യം ഇതാണ്, ഒരാളെ മാക്സിമം ലേബർ റൂമിലിട്ട് ഡിലേ ആക്കി കഴിഞ്ഞെന്നാൽ അവർക്ക് ലേബർ റൂമിൻ്റെ ഫീസും കിട്ടും. പിന്നെ നമ്മൾ സിസേറിയനായിട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും സിസേറിയൻ ചെയ്യുന്നതിൻ്റെ പൈസയും കിട്ടും. അപ്പോൾ ഇങ്ങനെ 2 പ്രശ്നങ്ങൾ, അതായത് ലാസ്റ്റ് വരെ വേദന എടുപ്പിച്ച് ഒരാളെ ഇടുക, അപ്പോൾ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ബേബിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള ഉറപ്പും അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ അവർ മാക്സിമം ലേബർ റൂമിൻ്റെ ചാർജ് എടുത്തതിന് ശേഷം
തിയേറ്ററിൽ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യുമ്പം അവർക്ക് ആ പൈസയും കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ഓൺ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. ഡോക്ടറിനൊക്കെ പാർട്ട്ണർഷിപ്പ് ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ ഇരകളായി പോയതായിരിക്കാം ഒരുപക്ഷെ നമ്മൾ. എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവം ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ചിലരെ പറഞ്ഞു കേട്ടേക്കുന്നതാണ് ഇതാണ് നടക്കുന്ന കാര്യം എന്ന്. അതായത് മാക്സിമം മണിക്കൂറുകൾ ലേബർ റൂമിലിട്ട് ലേബർ റൂം ചാർജ് ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് നിമിഷത്തിൽ പോയിട്ട് കോംപ്ലിക്കേഷനിലേക്കൊക്കെ നമ്മൾ പോണതിന് മുന്നേ പോയിട്ട് സിസേറിയൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സംഭവം ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിന് അപ്പോൾ എന്തോ ഒരു സംശയം തോന്നി. ആ ഒരു സമയത്ത് അതായത് ഒരാൾ പ്രസവിക്കാൻ പോകുകയെന്ന് പറയുന്ന ഡെലിവറി ഇപ്പം ആകുമെന്ന് പറയുന്നിടത്ത് എന്താണ് ബ്ലഡ് കൾച്ചർ ചെയ്യേണ്ടത് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു പറ്റത്തില്ല, ഇപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സമ്മതിച്ചില്ല. നാട്ടിലെ ലേബർ റൂമുകളാണല്ലോ, അകത്തായിട്ട് കയറാനും പറ്റത്തില്ലല്ലോ. അപ്പം അവസാനം എൻ്റെ മമ്മി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി, ഹസ്ബൻഡും ഇവരോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ആണുങ്ങളെ കയറ്റാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ മമ്മിയെ കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവർ മമ്മിയെ കയറ്റാമെന്നും പറഞ്ഞ് എഗ്രി ചെയ്തു. മമ്മി അകത്ത് കയറി വന്നു കഴിഞ്ഞപ്പം എനിക്ക് മമ്മിയെ കണ്ടിട്ട് എനിക്കൊന്ന് ഞാൻ ചെറുതായിട്ട് എന്തോ കരഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് അത്ര ബോധമില്ല. അതായത് കുറേ വിളിച്ചപ്പോഴാണ് ഞാനിങ്ങനെ കണ്ണ് തുറക്കുന്നത്. അത്രയും പോലെ ഞാൻ പകുതി സെമി കോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. മമ്മി അവിടുന്ന് ഓടി വെളിയിൽ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് നമുക്ക് ഡെലിവറി ആവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജി വേണമല്ലോ, നമ്മൾ പുഷ് ചെയ്ത് ഈ കൊച്ചിനെ വെളിയിൽ ഇറക്കണമല്ലോ. അതിനുള്ളൊരു ആരോഗ്യമില്ലാതെ കിടക്കുന്ന ഒരാളെ ഇവരെങ്ങനെ ഇതാക്കുമെന്ന് പറഞ്ഞത്. അത് തന്നെയല്ല, അവർ സിസേറിയന് വേണ്ടിയിട്ട് എന്നെ അവിടെ ഇട്ടേക്കുവാണ്. സിസേറിയന് മുമ്പ് ചെയ്യാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് ഇപ്പോൾ അവർ. അതായത് അവർക്കറിയാം ഇനി ഒരു 2 മണിക്കൂറിനുള്ളിൽ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളും കൂടിയെങ്ങാണ്ടാണ് അവർ അന്നേരം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ സമയം വരെയും ഒരു സൂചന പോലും ഇവർ വെളിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ മമ്മി പെട്ടെന്ന് ഓടി വെളിയിൽ ഇറങ്ങിയിട്ട് ഹസ്ബൻഡിനോട് എന്നിട്ട് പറഞ്ഞു എനിക്ക് വയ്യാണ്ട് കിടക്കുവാണ്, വിളിച്ചിട്ടാണ് കണ്ണ് തുറന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മമ്മിയും ഹസ്ബൻഡും കൂടെ അവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഈ ഹോസ്പിറ്റലുമായിട്ട്, അതായത് അകത്ത് കയറി എന്നെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലല്ലോ, അകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇവർ ഡോറ് തള്ളി തുറന്ന് ഞാൻ ഓർക്കുന്നില്ല ആരൊക്കെ ഉണ്ടെന്ന്. ഹസ്ബൻഡും മമ്മീനെ ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ വേറെ ആരായിരുന്നു ഉള്ളതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് സെക്യൂരിറ്റി ഒന്നും വന്ന് പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിന് മുന്നേ ഇവർ തല്ലി തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഒന്ന് വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് അറിയാനൊന്നും മേലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഒന്ന് വിളിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല. പിന്നീട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഹസ്ബൻഡ് കയറി വന്നെന്നും വിളിച്ചു നോക്കാം. മമ്മി വന്നത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഹസ്ബൻഡ് വന്നത് ഞാൻ ഓർക്കുന്നേ ഇല്ല. സമയമായപ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് ഡെഡായി, ചത്ത് കിടക്കുമെന്ന് പറയാം, ആ പരുവത്തിലായി. ഭയങ്കര ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇവർ ഡോക്ടറെ എല്ലാം വിളിച്ചിട്ട് ഈ പറഞ്ഞ മെയിൻ ഡോക്ടർ, എൻ്റെ ഡോക്ടറാണെന്ന് പറയപ്പെടുന്ന ഡോക്ടർ അന്നേരമാണ് ഓടിക്കതച്ച് വരുന്നത്. വന്ന വഴിയെ ഈ ഡോക്ടർ പറഞ്ഞെന്ന് ഒത്തിരി വേദനയൊന്നും സഹിക്കാൻ മേലാത്ത ആളാണെന്ന് തോന്നുന്നു. ഇവിടെ വേദനയും അല്ലാത്ത കാര്യങ്ങളെല്ലാം കാരണം ഞാനിവിടെ ചത്ത് കിടക്കുക, ബോധം കെട്ട് കിടക്കുന്നതിനെ പറ്റി അയാൾ അത്രയും കൂടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് അവിടെ നിന്ന് വഴിയെ പറഞ്ഞു, ഡോക്ടറിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതായത് ഇപ്പം ഡയലേഷൻ എത്രയുണ്ട്, ഇത്ര മണിക്കൂറുകൾക്ക് എപ്പോഴാണ് മെംബ്രെയിൻ റപ്ചർ ആയത്, ഓരോ മണിക്കൂറിലും നിങ്ങൾ ഡയലേഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ മണിക്കൂറിലെയും ഡയലേഷൻ്റെ കാര്യങ്ങൾ കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഡോക്ടറിന് മനസ്സിലായി നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെന്നുള്ളത്. അപ്പോൾ അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇല്ല. കാരണം ഒരാൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ സെർവൈക്കൽ ഡയലറ്റേഷൻ ഇങ്ങനെ വരുന്നതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം. ഇതെനിക്ക് ആ കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഏതാണ്ട് 3 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ടാണ് തലേദിവസം തൊട്ട് ഈ നേരം വരെയും ഇവർ നമ്മളെ വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പെയിൻ വരും പോകും, പക്ഷേ എനിക്ക് ഡയലേഷൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇനി ശരിയാവത്തില്ലെന്ന്. പുള്ളി പെട്ടെന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞങ്ങളൊന്ന് നോക്കിയെന്നേ ഉള്ളൂ, നോർമലാണെങ്കിൽ അതാണല്ലോ നല്ലതെന്ന് ഓർത്ത് നോക്കിയെന്നേ ഉള്ളൂ, നമുക്കെന്നാൽ പെട്ടെന്ന് ഇപ്പോൾ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നും 1 മിനിറ്റിൻ്റെ പോലും താമസം വന്നില്ല. എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയായിരുന്നു തിയേറ്ററിലേക്ക് പോകാനായിട്ടുള്ള. ഇത് അറിയാണ്ടിരുന്നത് വെളിയിലുള്ള ബന്ധുക്കളുടെ അടുത്ത് മാത്രം ഇവർ പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം ഇവർക്ക് അറിയായിരുന്നു നമ്മളെ സർജറി ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം ഹസ്ബൻഡ് വന്നിട്ട് ഫുള്ള് ഇതുവരെയും ചെയ്ത റെക്കോർഡ്സ്, അതായത് നമ്മൾ നോർമൽ ഡെലിവറിയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ പ്രോഗ്നോസിസിൻ്റെ തെളിവ് കാണിക്കാനല്ല, അത് വെർബലി പറയാൻ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായിട്ട് ഇവർ പെട്ടെന്ന് അത്രയും നേരം ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി നിമിഷ നേരം കൊണ്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി.
2:45 ഉച്ചയ്ക്ക് 2:45 ആയപ്പോഴത്തേക്കും ആണ് സിസേറിയൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് ഭയങ്കരമായിട്ടുള്ള ബാഡ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായത് കേട്ടോ. അതായത് ഡെലിവറി പെയിൻ മുഴുവനും സഹിക്കുകയും ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. പല കാര്യങ്ങൾ കൊണ്ട് ആളുകൾ അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ചിലപ്പോൾ കൊച്ചിറങ്ങി വരാണ്ടിരുന്നിട്ട് സ്റ്റക്കായി പോയിട്ടും അങ്ങനെയൊക്കെ പല കേസുകളിൽ നമുക്ക് ലാസ്റ്റ് സിസേറിയൻ ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പറയാനുള്ളത് എപ്പോഴും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നവരകത്ത് കയറിയ ആളെ പറ്റി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതെൻ്റെ അനുഭവം പഠിപ്പിച്ചൊരു കാര്യമാണ്. കാരണം 12 മണിക്ക് ഈ മെമ്പറൈൻ റപ്ചർ ആയതിനു ശേഷം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളതും രാവിലെ തന്നെ ഇവർ ഇത് ഇതാകുമെന്ന് തോന്നുന്നില്ല, മിക്കപ്പോഴും സിസേറിയൻ ആയിരിക്കും എന്ന് ഡോക്ടർമാർ തമ്മിൽ പറഞ്ഞതോ എന്തെങ്കിലും എനിക്ക് വെളിയിൽ പറയാൻ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും അവസ്ഥകളിൽ കൂടി കടന്നു പോകേണ്ടി വരത്തില്ലായിരുന്നു. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡെലിവറിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും എന്താണ് എല്ലാം പേടിയാന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നീട് എനിക്ക് ഡെലിവറിയും സിസേറിയൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഇനി ഒരു കൊച്ചെന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ മറന്നു പോകും. നമ്മൾ ഈ സഹിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊരു പരിധി വരെ, ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 25% എന്നെക്കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 10-11 വർഷം മുന്നേ നടന്ന ഒരു കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ മറന്നുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3-4 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൊച്ചു വേണം എന്നൊന്നും എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഒരു കൊച്ചും കൂടി വേണം എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു നമ്മൾ അച്ഛനും അമ്മയും ഈ ലോകത്തില്ലെങ്കിൽ സ്വന്തം എന്ന് പറയാനായിട്ട് സഹോദരങ്ങളുണ്ടെങ്കിൽ അവരല്ലേ കാണത്തുള്ളൂ എന്നൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സംഭാഷണമൊക്കെ നമ്മുടെ ഇടയിൽ വന്നപ്പോൾ വീണ്ടും വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ബേബിയും കൂടി വേണം, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ട് ഒരു ബേബിയും കൂടി വേണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെയാണ് രണ്ടാമത്തെ പ്രഗ്നൻസി. അപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സ്റ്റോറി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രഗ്നൻസി എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു ആദ്യത്തേതുമായിട്ട്. പിന്നെ ഡെലിവറിയുടെ കാര്യം, ഇത്തവണ നമ്മൾ ഗൾഫിലായിരുന്നു കേട്ടോ. ഗൾഫിലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ വെച്ചുണ്ടായ ബിറ്ററായിട്ടുള്ള അനുഭവമൊക്കെ നമ്മളങ്ങ് മറന്ന് പോട്ടെ. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല. മീൻസ് ഒരു മണിക്കൂർ ഒരാളെ വേദന എടുപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നിസ്സാര പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഇവിടെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമുക്കിവിടെ നാട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും നമ്മൾ ആലോചിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പറയുന്ന കൂട്ടത്തിൽ പറയാൻ കേട്ടോ, ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ കാരണം നമ്മൾ വിചാരിച്ചു രണ്ടാമത്തെ ഡെലിവറിക്ക് നമ്മൾ നാട്ടിൽ പോകുന്നില്ല, പേരൻസിനെ ആരും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആ ഒരു സ്റ്റേജിൽ, അതായത് അറ്റ്ലീസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്നോടം വരെ ആരുടെ അഡ്വൈസും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഇനി എന്താണ് അങ്ങനെയുള്ള തലവേദനകളൊന്നും എടുത്തു വെക്കാൻ താല്പര്യമില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഞങ്ങൾ പേരൻസിനെ ഒന്നും കൊണ്ടുവന്നുമില്ല. ഡെലിവറി കഴിഞ്ഞിട്ടേ കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് ലീവ് എടുത്തു. വേറെ ആരും ഇല്ലായിരുന്നു നമ്മുടെ കൂടത്തിൽ. അങ്ങനെ അവിടെ ഡയബറ്റീസ് കൺട്രോൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പിന്നെ ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നുകൊണ്ടും സിസേറിയൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. മീൻസ് ഫസ്റ്റത്തെ സിസേറിയൻ ആണെന്നും പറഞ്ഞ് രണ്ടാമത്തെ സിസേറിയൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതലും ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന സിസേറിയൻ ആണ്. പക്ഷേ നാട്ടിലൊന്നല്ല എവിടെയാണെങ്കിലും ചില കേസുകളിൽ ഗൾഫിലാണെങ്കിലും അവർ പറയും കോംപ്ലിക്കേഷൻ ഒന്നും സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും നോർമൽ ഡെലിവറി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എനിക്കപ്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഓക്കെ പറഞ്ഞു, സിസേറിയൻ ആണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാനതിൻ്റെ ഭയങ്കര ആശ്വാസത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇനി ആദ്യത്തെ പോലെ തന്നെ ഞാൻ ഈ ലാസ്റ്റ് വരെ കിടന്ന് ചാവാതെ ചത്തിട്ട് എനിക്ക് ഇനി ഇതിനോടൊന്നും ഇതൊന്നും സഹിക്കാൻ വയ്യെന്നൊക്കെ ഓർത്ത് അങ്ങനെ സിസേറിയൻ്റെ ദിവസം വന്നെത്തി. ഛർദിക്കും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ 8:30-ക്കായിരുന്നു സർജറിക്ക് കൊണ്ടുപോയി. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് സിസേറിയൻ ചെയ്ത സമയത്ത് നമുക്ക് കുത്തുന്ന കൂടത്തിൽ നമുക്കൊരു സെഡേഷനും കൂടി തരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയോ അറിയുന്നുണ്ട്, പക്ഷേ നമ്മൾ കുറച്ച് സ്ലീപ്പിയും കൂടിയാണ്, ഒരു ഡ്രീം വേൾഡിലൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു.
അപ്പോൾ ഇവിടെ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇവിടെ ഇവർ നമുക്ക് സെഡേഷൻ തരത്തില്ല, പകരം നമുക്ക് ഈ നമ്മൾ ജനറൽ അനസ്തേഷ്യ ഉറങ്ങിപ്പോകും കേട്ടോ. നമ്മൾ നട്ടലിന് കുത്തുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണ്. ഇവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് സർജറി ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാൻ പറ്റും, നമ്മൾ മൂവ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസേറിന് വേണ്ടിയിട്ട് നമ്മളെ മരപ്പിക്കാനായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത്, നടുവിന് കുത്തുന്നത്. ഒന്ന് കുത്തി കിട്ടിയില്ല, രണ്ടാമതൊരു കുത്തിയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വയറും തുളഞ്ഞ് നീഡിൽ ഇപ്പറേ വന്നെന്ന്. അതുപോലത്തെ ഒരു കുത്തായിരുന്നു. ഞാൻ കാറിപ്പോയി. ആദ്യത്തെ കുത്തിന് കുഴപ്പമില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പെയിൻ ഉണ്ടല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കുത്തിന് കിട്ടിയില്ല. മൂന്നാമത്തെ കുത്തിനാണ് അത് സക്സസ് ആവുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ സർജറി ഒക്കെ തുടങ്ങി. അപ്പോൾ പെട്ടെന്നാണ് സർജറി തുടങ്ങി, പെട്ടെന്ന് തന്നെ ബേബിയെ പുറത്തെടുക്കും. ബേബി പുറത്തേക്ക് എടുത്ത് കരയുന്ന സൗണ്ടൊക്കെ ഞാൻ കേട്ടു. കാരണം ഞാൻ നല്ല അലേർട്ടും കോൺഷ്യസും ഒക്കെയാണ്, ഞാൻ സെഡേഷനിലോ ഒന്നുമല്ല. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് കൊച്ചിനെ ഇങ്ങനെ തൂക്കി എടുത്തോണ്ട് ഇവരെ ട്രൈക്കകത്തേക്ക് കിടത്തുന്നത്. അപ്പം ഞാൻ ഇവനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മുടെ കല്ലിക്കുട്ടൻ ഉണ്ടായപ്പോൾ ചെറിയൊരു ബേബിയായിരുന്നു, വയറ് മുഴുവൻ വെള്ളമായിരുന്നു. അപ്പോൾ ഇത്തവണ എൻ്റെ വയറ് വലിയതായിരുന്നു, പക്ഷേ ഇവനെ കണ്ടപ്പോൾ കുറച്ചുകൂടി വലിപ്പം തോന്നി. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ ഇവൻ കുറച്ചുകൂടി ഗുണ്ടുമണിയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, എന്നെ ആരോ തിയേറ്ററിലെ ടേബിളിൽ നിന്ന് വലിച്ചുകൊണ്ട് താഴേക്ക് ഇടുന്ന പോലെ എന്തോ ഒന്ന് തോന്നി. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് നേഴ്സുമാരുടെയൊക്കെ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന കൂവുന്നതൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. എനിക്ക് ആകെ ഫീൽ ചെയ്യുന്നത് എന്നെ പിടിച്ച് വലിക്കുന്ന പോലെയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിക്സ് അടിച്ചു. അതായത് എൻ്റെ വയറ് തുറന്ന് ബേബിയെ പുറത്തെടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് സീഷർ വന്നു. അപ്പോൾ ഇതിന് മുന്നേ എനിക്കൊരിക്കലും ഈ ഒരു ഹിസ്റ്ററി ഇല്ല, എനിക്ക് സീഷർ വന്നിട്ടില്ല, ഹെഡ് ഇഞ്ചുറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് BP കൂടുതലോ അങ്ങനെയുള്ള, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. ഡോക്ടേഴ്സും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഫിക്സ് വന്നു. അവരും പെട്ടെന്ന് അവർ അതിനുള്ള മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ഡോക്ടർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സർജറി തുടങ്ങി ബേബി ജസ്റ്റ് ഔട്ടാകുന്ന ആ കറക്റ്റ് മൊമെൻറ്റിലാണ് നോക്കണം. ആ സെയിം ടൈമിൽ എനിക്ക് ഫിക്സ് അടിച്ചു. അപ്പോൾ അതൊരു വലിയ കോംപ്ലിക്കേഷൻ തന്നെയായിരുന്നു. അവർക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു എന്താ നമുക്ക് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ, ഞാൻ നല്ല കോൺഷ്യസ് ആയിട്ട് കിടന്നിരുന്ന ഞാൻ സെക്കൻഡും കൊണ്ട് ബോധം പോയി എൻ്റെ. പിന്നെ അവർ മെഡിസിൻസ് തന്നതിൻ്റെയും കാണും കേട്ടോ. നമുക്ക് ഫിക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ റിലാക്സ് ആവാനുള്ള മെഡിസിൻസ് ഒക്കെ തരുന്നുണ്ട്. പിന്നീട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കാൻ ഇഷ്ടമില്ല. ഞാൻ അന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത് ഹസ്ബൻഡുണ്ട്, പിന്നെ എൻ്റെ ബ്രദർ അന്നേരം ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ട്, ഹസ്ബൻഡ് ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ രാവിലെ നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പോകത്തുള്ളൂ, ഇത് ഹസ്ബൻഡിനൊരു കൂട്ടിനായിട്ട് അവരെങ്ങനെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാർ എനിക്കൊന്നില്ല, ഈ ആൾക്കാർ ആരും ഇത് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. അത്രയും എന്നാ പറയുന്നത് ട്രാജഡി എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. വേദന സഹിക്കുക. അപ്പോൾ അന്നേരം എൻ്റെ വിചാരം ഞാൻ എന്തോ സ്വപ്നം കാണുന്നതാണ്, എനിക്കെന്തോ പെയിൻ ഉള്ളതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നതാണെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുന്നേക്കുന്നത്. അതായത് സർജറിക്ക് ശേഷം 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വരുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ മരവിപ്പൊക്കെ പോവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ മുറിവിൽ നിന്നുണ്ടായ വേദനയുടെ ശക്തിയിലാണ് എൻ്റെ ബോധം തെളിഞ്ഞ് വരുന്നത്. എനിക്ക് അത് വേദന കാരണം ഞാൻ കിടന്ന് കരയുവാണ്. ഞാനപ്പോഴത്തേക്കും നമുക്കൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഒരു സിസേറിയൻ നേരത്തെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം, നമ്മൾ വേദന വരുമ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ നമുക്ക് വേദനയ്ക്കുള്ള മരുന്ന് എന്തെങ്കിലും തരും. ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ അല്ലറിയാണ് പറയുന്നത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പെയിൻ കില്ലർ വേണമെന്ന്. അപ്പോഴാണ് ഡോക്ടർ വന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്, തനിക്ക് എന്നാ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു. എനിക്ക് ആ സമയത്തൊട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, എന്നെ തിയേറ്ററിൻ്റെ ടേബിളിൽ നിന്ന് ആരോ വലിച്ചിടാൻ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായെന്ന്. അപ്പം എനിക്കറിയത്തില്ല, എനിക്ക് പെയിനാണെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തനിക്ക് ഒരു സീഷർ ഉണ്ടായി, അപ്പം നമുക്കൊരു സ്കാൻ ചെയ്യാനായിട്ടുണ്ട്, ന്യൂറോളജിയുടെ ഡോക്ടർ വന്നിട്ട് തന്നെ ഇപ്പോൾ കാണും, അത് കഴിഞ്ഞിട്ടൊരു സ്കാൻ ചെയ്തതിന് ശേഷമേ ഉള്ളൂ തനിക്ക് പെയിൻ കില്ലർ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം
അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ബ്രെയിനും ആയിട്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടോ വല്ലതും ആയിരിക്കും അവരെനിക്ക് പെയിൻ കില്ലർ തരാത്തത്. അല്ലാതെ എനിക്ക് അറിയത്തില്ല CT സ്കാൻ ചെയ്യാനുള്ളത് കൊണ്ടും ന്യൂറോയുടെ ഡോക്ടർ കാണാനുള്ളത് കൊണ്ടൊക്കെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്, അല്ല പെയിൻ കില്ലർ തരാണ്ടിരുന്നതെന്ന്. അതായത് നമ്മൾ വയറ് പച്ചയ്ക്ക് മുറിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ തന്നതിൻ്റെ മരവിപ്പൊക്കെ പോയതിന് ശേഷം പച്ചയ്ക്ക് മുറിഞ്ഞിരിക്കുന്ന ഒരു മുറിവിന് യാതൊരു പെയിൻ കില്ലറും തരാതെ ഞാൻ ആ വേദനയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് എനിക്ക് പെയിൻ കില്ലർ തരാതെ ന്യൂറോളജിയുടെ ഡോക്ടർ വന്ന് കണ്ടതിന് ശേഷം ആൾ CT ഓർഡർ ചെയ്ത് എന്നെ അവിടുന്ന് ഇറക്കി CT ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുപോവുക. പോകുന്ന വഴിക്ക് ഞാൻ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതുപോലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മുടെ അനസ്തേഷ്യയുടെ ശക്തി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, അതനുസരിച്ച് ഇനി വേദന കൂടി വരിക. പോണ വഴിക്ക് ഹസ്ബൻഡിനെ, എൻ്റെ ഇളയ ആങ്ങളേനെയൊക്കെ ഇവർ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇവർ എന്നാ പറയുന്നത്, ഇവരും വല്ലാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഒരു കുഴപ്പമില്ലാതെ പോയ ആളുടെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് സർജറിയുടെ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു, എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അറിയിപ്പ് ഇവർക്ക് കൊടുത്തിട്ട് ഇവരും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കരഞ്ഞോണ്ടാണ് ഞാൻ ഈ ട്രോളിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അന്നേരം ആരെയും കാണുന്നതും ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വേറെ ആരെയും കാണുന്നതൊന്നും നമുക്ക് ആശ്വാസം തരുന്ന കാര്യമില്ല. കാരണം അതുപോലത്തെ വേദനയാണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മോർഫിനോ പെതിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ തന്ന് നമ്മുടെ വേദന കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട ഒരു സമയത്ത് പച്ചിറച്ചി കീറി വെച്ചേക്കുന്ന വേദനയും സഹിച്ചുകൊണ്ടാണ് എന്നെ ഈ ട്രോളിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് അവിടെ കുറേ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്നെ വിട്ടു. അപ്പോഴത്തേക്കും ഞാൻ വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. എനിക്ക് എന്നാ പറയുന്ന വേദനയുടെ അങ്ങേയറ്റമായി പോയിട്ട് വീണ്ടും ഞാൻ ആദ്യത്തെ ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവസാനം ബോധം കെട്ടുപോയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലായി. എനിക്ക് പ്രതികരിക്കാനുള്ള ശക്തി പോലും ഇല്ലാത്ത രീതിയിൽ കരച്ചിൽ എനിക്ക് വെളിയിലേക്ക് വരുന്നില്ല. അതുപോലത്തെ അവസ്ഥയിലായി. അപ്പോൾ വീണ്ടും എന്നെ സർജിക്കൽ ICUയിലേക്ക് ഇവർ തിരിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ആണ് പറയുന്നത് നമുക്ക് ചെയ്ത CT ഒരു നോർമൽ CT ആയിരുന്നു. വീണ്ടും ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് ചെയ്യാനുണ്ട്, വേറെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വീണ്ടും അവിടുന്ന് വീണ്ടും ഒരു പാരസിറ്റമോൾ പോലും തരാതെ അവിടുന്ന് വീണ്ടും ഇറക്കിക്കൊണ്ട് വന്നിട്ട് വീണ്ടും ഈ സാധനം ചെയ്തു. ഒരു ഡൈ ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ ബേൺ ആവുന്ന ഒരു ഫീലിംഗ് വരും കേട്ടോ ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം അന്നേരത്തെ വേദനയുടെ ശക്തിയിൽ എനിക്കിതൊന്നും പ്രശ്നമല്ല കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നുമല്ല. പിന്നെ വീണ്ടും ഇവരെന്നെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഇതെല്ലാം തീർന്നു വരുന്ന സമയം വൈകിട്ട് 5 മണിയാണ്. രാവിലെ 8-8:30 എന്നെ തിയേറ്ററിൽ കയറ്റി എനിക്ക് സർജറിയും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 9:30 ആയപ്പോൾ സർജറി കഴിഞ്ഞ് എന്നെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ 10, 11, 12, 1:30 അല്ലെങ്കിൽ 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് മരവിപ്പെല്ലാം പോയിട്ട് വേദന എടുക്കാനായിട്ട് തോന്നിയത്. ഒരു 6 മണിക്കൂർ വരെയൊക്കെ ആയിരിക്കും കംപ്ലീറ്റ് ഒരു മരവിപ്പിൻ്റെ ഒരു അംശമൊക്കെ നമ്മൾക്ക് ഉണ്ടാവുക. അതിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്ന ഒരു വേദനയുടെ അങ്ങേയറ്റമാണ്. ഒരു മനുഷ്യ ശരീരം കീറി മുറിച്ച് വെച്ച് തയ്ച്ചു വെച്ചിട്ട് പെയിൻ കില്ലർ കൊടുക്കാതിരുന്നാലത്തെ അവസ്ഥ എന്താ, ആ വേദനയിലാണ് ഞാൻ കുറച്ച് മണിക്കൂറുകൾ ജീവിച്ചത്. അപ്പോൾ ലാസ്റ്റ് 5:30 ആയപ്പോൾ ഡോക്ടർ വീണ്ടും വന്നിട്ട് എന്നെ കണ്ടു. ഡോക്ടറോടൊപ്പം ഞാൻ ആകെ എനിക്ക് സൗണ്ടൊന്നും വെളിയിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നിട്ട് എനിക്കിപ്പോൾ തന്നെ പെയിൻ കില്ലർ തരുമെന്ന് പറഞ്ഞിട്ട് പോയി. പെട്ടെന്ന് തന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉറങ്ങുന്നത്. അതായത് അത്രയും മണിക്കൂറുകൾ എന്താണ് ജീവൻ കൈ പിടിച്ചിട്ടുള്ള ആ നിമിഷത്തിൽ എനിക്ക് തോന്നിപ്പോയി കേട്ടോ, ഞാൻ സർജറിയോട് കൂടി ഞാൻ അങ്ങോട്ട് ചത്തുപോയാൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ അതുപോലെയൊക്കെ ശരിക്കും ഓർത്തുപോയി. എന്തിനാ ദൈവം ഇത്രയും വേദന സഹിക്കാനായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ആ സർജറിയോടുകൂടി മരിച്ചു പോയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു. അത്രയും സങ്കടവും വേദനയും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പീരീഡ് രണ്ടാമത്തെ ഡെലിവറി അതുപോലെ കഴിഞ്ഞ് അങ്ങനെ അതുപോലെ ട്രാജഡി ആയിട്ട് കഴിഞ്ഞു പോയി. പിന്നെ എനിക്ക് ഫിറ്റ്സിന് സീഷർ വന്നതിൻ്റെ മെഡിസിനൊക്കെ തന്നുകൊണ്ട് എനിക്ക് 24 hours ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ കൂടി ആ മെഡിസിൻ കുഞ്ഞിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 24 hours ബ്രസ്റ്റ് ഫീഡിങ് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കൊളസ്ട്രം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ വെറുതെ ഞെക്കിപ്പിഴിഞ്ഞ് കളയുവാണ് ചെയ്തത്. കൊച്ചിനെ കൊണ്ട് കുടിപ്പിക്കാനായിട്ടൊന്നും അന്ന് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമത്തെ ഡെലിവറിയുടെ സ്റ്റോറി. ഇനി അടുത്തത് നമുക്ക്
ഇതിന് ശേഷം 2 ഡെലിവറികൾക്കും ശേഷം നമ്മൾ കടന്നുപോയ അവസ്ഥകളും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എങ്ങനെ ഓഫ് കോഴ്സ് ഇത്രയും അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ഞാൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പം അടുത്തത് നമുക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് നോക്കാം.